അമർജിത്ത് സദ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ. തൻ്റെ 7ാമത്തെ വയസ്സിലാണ് അമർജിത്ത് ആദ്യമായിട്ട് തൻ്റെ ഒരു കൊലപാതകം നടത്തുന്നത്. വേറെ ആരുമല്ല, 9 മാസം മാത്രം പ്രായമുള്ള തൻ്റെ കസിനായിരുന്നു അമർജിത്ത് ആദ്യം കൊന്നത്. ഈ കൊച്ചിനെ നുള്ളിയും അടിച്ചെല്ലാം അമർജിത്ത് കരയിപ്പിക്കുകയാണ്. ഈ കൊച്ചിനെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അമർജിത്ത് കഴുത്തി നിരിച്ചു. അത് സക്സസ്ഫുൾ ആവാത്തതുകൊണ്ട് അമർജിത്ത് ഈ കൊച്ചിനോട് കാട്ടിൽ പോയി തലയമൊരു കല്ലെടുത്തടിച്ച് കൊന്ന് കുഴിച്ചിട്ടു. ഈ വിവരം അറിഞ്ഞ വീട്ടുകാർ അമർജിത്തിനോട് ചോദിച്ചു. അപ്പോൾ അമർജിത്ത് പറഞ്ഞു, ശരിയാണ്, ഞാൻ തന്നെയാണ് കൊന്നത്. അമർജിത്ത് കൺഫസ് ചെയ്തു. പക്ഷേ വീട്ടുകാർ ഈ വിവരം പുറത്തു പറഞ്ഞില്ല. ആദ്യത്തെ മിസ്റ്റേക്ക്. 2ാമത്തെ ഇൻസിഡൻറ്റ് നടക്കുന്നത് സ്വന്തം അനിയത്തിനെ തൊട്ടിൽ കിടന്ന് കരയണ അനിയത്തിനെ എടുത്തുകൊണ്ടുപോയി കഴുത്തി നിരിച്ച് കൊന്നു. തിരിച്ച് തൊട്ടിൽ തന്നെ വെച്ചു. പാല് കൊടുക്കാൻ വന്ന അമ്മ മരിച്ചിടക്കണ കൊച്ചിനെയാണ് കണ്ടത്. സംഭവം മനസ്സിലായി അമ്മ അമർജിത്തിനോട് ചോദിച്ചു. അപ്പോൾ അമർജിത്ത് പറഞ്ഞു, ഞാൻ തന്നെയാണ് കൊന്നത്. അമർജിത്ത് കൺഫസ് ചെയ്തു. ഈ വിവരം വീട്ടുകാർ പുറത്തു പറഞ്ഞില്ല. മിസ്റ്റേക്ക് നമ്പർ 2. ഇതെല്ലാം കഴിഞ്ഞ് അമർജിത്ത് പുറത്തേക്ക് ഇറങ്ങി. തൻ്റെ അയൽക്കാരനായ ആളുടെ മകൾ 6 മാസം മാത്രം പ്രായമുള്ള കുട്ടീനെ, ഖുഷ്ബു എന്ന കുട്ടീനെ കഴുത്ത് നിരിച്ച് കൊന്ന് കാട്ടിൽ കുഴിച്ചിട്ടു. ഖുഷ്ബുവിൻ്റെ അമ്മ ഈ കൊച്ചിനെ അന്വേഷിച്ച് നടന്നത് അമർജിത്തിൻ്റെ കൊച്ചിനെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഖുഷ്ബുവിൻ്റെ അമ്മ സ്വാഭാവികമായിട്ടും പോലീസിനെ അറിയിച്ചു. പോലീസ് അമർജിത്തിനെ കൊണ്ടുപോയി. അമർജിത്ത് പറഞ്ഞു, നിങ്ങളെനിക്ക് ബിസ്ക്കറ്റ് മേടിച്ച് തരുന്ന വരെ ഞാൻ ഒന്നും പറയില്ല എന്ന്. ഇതിന് വഴങ്ങിയ പോലീസുകാർ ഇവന് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തു. അമർജിത്ത് പറഞ്ഞു, ഈ കൊലപാതകം നടത്തിയത് ഞാനാണ്. അമർജിത്ത് പോലീസുകാരെ കൊണ്ടുപോയി എവിടെയാണ് കുഴിച്ചിട്ട് ആ സ്ഥലം വരെ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ചെയ്യുമ്പോൾ അവന് മാത്രം പുഞ്ചിരി ഉണ്ടായിരുന്നു. ന്യൂസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരം മൈനറായ ഒരാൾ, അത് 18 വയസ്സിന് താഴെയുള്ള ഒരാളെ ജയിലിലിടാനോ വധശിക്ഷ നടപ്പാക്കാനോ പാടില്ല എന്നാണ്. അതിന് വിധേയനായിട്ട് അമർജിത്തിനെ ഒരു ജുവനൈൽ ഹോമിലിട്ടു. തൻ്റെ 18ാം വയസ്സിൽ അമർജിത്തിനെ പുറത്തേക്ക് ഇറക്കി. ഇപ്പോഴും അമർജിത്ത് നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. അമർജിത്തിൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പോഴും ആർക്കും അറിയില്ല. അമർജിത്ത് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അവൻ എന്തുകൊണ്ട് ഇത് ചെയ്തു, അവൻ്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു എന്ന് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. അവൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയായിരിക്കാം, അല്ലെങ്കിൽ ദാരിദ്ര്യമായിരിക്കാം, എന്താണ് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. ഒന്നേ മാത്രമേ പറയുള്ളൂ, അവൻ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്.